സോഷ്യൽ മീഡിയയിൽ ആളാകാൻ സ്വന്തം അണികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച ജയ് വിളിപ്പിക്കുന്ന ഒരു ഗതികെട്ട രാഷ്ട്രീയ നാടകത്തിന്റെ അണിയറ കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പത്രസമ്മേളനങ്ങൾക്ക് ഡിജിറ്റൽ ലോകത്ത് കൃത്രിമ ജനപ്രീതി ഉണ്ടാക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ അതിരഹസ്യ സർക്കുലർ ചോർന്നിരിക്കുന്നു. പാർട്ടി ഗ്രൂപ്പുകളിൽ മാത്രം കറങ്ങേണ്ടിയിരുന്ന സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാറിപ്പറക്കുകയാണ്. സൈബറിടങ്ങളിൽ പാർട്ടിക്കുണ്ടായ വൻ ജനപിന്തുണ ചോർച്ച മറയ്ക്കുവാനും നാണക്കേട് ഒഴിവാക്കാനും നേതൃത്വം എത്രത്തോളം തരം താഴുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പത്രസമ്മേളനത്തിന് എത്തുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ആളില്ലാ കൂട്ടമായി മാറുന്നു എന്ന തിരിച്ചറിവാണ് CPMനെ ഈ രഹസ്യ നീക്കത്തിന് പ്രേരിപ്പിക്കാൻ കാരണമായത്. ലൈവ് സ്ട്രീമിംഗ് വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ നിർബന്ധമായും ലൈക്കുകളും കമന്റുകളും ചെയ്യണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭ്യന്തര നിർദ്ദേശം. പ്രതിപക്ഷ നേതാവ് എന്ന പദവിയുടെ ഗാംഭീര്യം സൈബർ ലോകത്ത് നിലനിർത്താൻ അണികൾ കൂട്ടത്തോടെ വന്ന് ക്യാപ്റ്റൻ വിളികൾ നടത്തണം എന്ന അവസ്ഥയിലാണ് ഇന്ന് CPM എന്ന നേതൃത്വം എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ലൈവ് വീഡിയോകൾക്ക് താഴെ UDF സൈബർ അണികൾ ബോധപൂർവം നെഗറ്റീവ് കമന്റുകൾ ഇടുന്നുണ്ടെന്നും അതിനെ പ്രതിരോധിക്കാൻ സഖാക്കൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങണം എന്നുമാണ് സർക്കുലറിലെ പ്രധാന ആവശ്യം. വെറുതെ കൊണ്ടുപോയാൽ പോരാ, പിണറായി വിജയൻ, CPM കേരള, CPM എറണാകുളം DC എന്നീ ഔദ്യോഗിക പേജുകളിൽ വരുന്ന ലൈവ് വീഡിയോകൾക്ക് താഴെ ഓരോ സഖാവും കുറഞ്ഞത് 2 പോസിറ്റീവ് കമന്റുകളെങ്കിലും നിർബന്ധമായിട്ടും കുത്തിക്കുറിച്ചിരിക്കണം. ഇനി കമന്റ് ഇടാൻ മടിയുണ്ടെങ്കിൽ അവരെ പിടികൂടാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാർക്ക് കൃത്യമായിട്ട് കോട്ടയും നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ പരിധിക്കുള്ളിലെ പ്രവർത്തകർ ലൈക്കും കമന്റും അടിയറ വെക്കുന്നുണ്ടെന്ന് ഈ കമ്മിറ്റിക്കാർ ഉറപ്പുവരുത്തണം. അതായത് അണികളുടെ വിരലുകളെ പോലും പാർട്ടി റിമോട്ട് കൺട്രോൾ വെച്ച് നിയന്ത്രിക്കുന്ന കാഴ്ച. പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഗ്രൂപ്പുകളിൽ വരെ സംസ്ഥാന കമ്മിറ്റിയുടെ കർശന നിർദ്ദേശം എന്ന പേരിൽ ഈ സന്ദേശം പ്രചരിക്കുകയാണ്. ഈ വിവരങ്ങൾ അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കണം, പുറത്തു പോകരുത് എന്ന കീഴ്ഘടകങ്ങൾക്ക് പ്രത്യേകം താക്കീതും നൽകിയിരിക്കുകയാണ്. എന്നാൽ സ്വന്തം അണികൾക്ക് തന്നെ ഈ കൃത്രിമ ലൈക്കടിക്കൽ മടുപ്പ് തോന്നിയതുകൊണ്ടായിരിക്കാം ആഭ്യന്തര ഗ്രൂപ്പുകളിൽ നിന്നും സ്ക്രീൻഷോട്ടുകൾ സഹിതം വിവരങ്ങൾ നിമിഷനേരം കൊണ്ട് ചോർന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ട്രോളുകൾക്കും നാണക്കേടിനുമാണ് വഴി തുറന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ സൈബർ ലോകത്ത് നിരന്തരം കടുത്ത വിമർശനങ്ങളും ചോദ്യങ്ങളും നേരിടുന്ന പശ്ചാത്തലത്തിലാണ് CPM ഈ PR കസർത്തുകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ സ്വാഭാവികമായ പിന്തുണ നഷ്ടപ്പെടുമ്പോൾ സ്വന്തം അണികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സിന്ദാബാദ് വിളിപ്പിക്കേണ്ടി വരുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ പതനത്തിന്റെ തെളിവല്ലാതെ മറ്റെന്താണ്? ലൈക്കുകളും കമന്റുകളും പണം കൊടുത്തും ആളുകളെ നിർബന്ധിച്ചും ഉണ്ടാക്കാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിലെ വിശ്വാസ്യത ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് CPM നേതൃത്വം എപ്പോഴാണ് തിരിച്ചറിയുക? പാർട്ടി ഗ്രൂപ്പുകളിൽ നിന്നും തന്നെ ഈ രഹസ്യരേഖ ചോർന്നത് CPM-നകത്തെ അസ്വാരസ്യങ്ങളെ പുകച്ചിൽ കൂട്ടുകയാണ്. ഡിജിറ്റൽ PR വർക്കുകൾ കൊണ്ട് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ നോക്കുന്ന ഈ സൈബർ തന്ത്രത്തെ പരിഹസിക്കുകയാണ് സോഷ്യൽ മീഡിയ.